In each of the arithmetic sequences below, some of the terms are not written but indicated by this symbol. Find out these numbers. Given arithmetic sequence ആണ് arithmetic sequence എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സബ്ട്രാക്ട് ചെയ്താൽ മതി. 42 മൈനസ് 24. 44 എന്നാണ് 24 മൈനസ് ചെയ്യണമെങ്കിൽ 44 എന്നാണ് 24 മൈനസ് 20 വരണം. പക്ഷെ 42 എന്നാണ്. ഇപ്പോൾ ഡിഫറൻസ് 18 ആണ്. ഡിഫറൻസ് 18 42 പ്ലസ് 18 അടുത്തതിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 60 വരും. ആൻഡ് 60 പ്ലസ് 18 ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് 78 ഈസ് ദ നമ്പർ. ഇവിടെ നെക്സ്റ്റ് നമ്പർ റിപ്പീറ്റ് ചെയ്യാൻ 24 42 കോമൺ ഡിഫറൻസ് ഈസ് 18. 42 പ്ലസ് 18 നേരത്തെ ആഡ് ചെയ്താണ് 60. ആൻഡ് 24 മൈനസ് 15 തിരിച്ചു വരുമ്പോൾ 24 മൈനസ് 15 ആണ്. ഇവിടുന്ന് 18 എങ്ങോട്ട് ആഡ് ചെയ്യുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. മൈനസ് 18 എന്ന് പറയുമ്പോൾ എന്ത് വരും, 6 വരും. ഇവിടെ 24 42 ആണ്. അപ്പോൾ 18 നമുക്ക് മനസ്സിലാവും കോമൺ ഡിഫറൻസ് ഈസ് വാട്ട്, കോമൺ ഡിഫറൻസ് 18 തന്നെയാണ്. അപ്പോൾ ഇവിടെ 6 ആണ്. 6 മൈനസ് 18 6 മൈനസ് 18 ആണ്. നമ്മൾ ഇത് നെഗറ്റീവാണ് വരിക. ഡിഫറൻസ് സ്മോൾ നമ്പറാണ്, ഇത് ബിഗ് നമ്പറാണ്. ഡിഫറൻസ് ഈസ് 12 എന്ന് എഴുതിയാൽ പോരാ, വി വോണ്ട് റൈറ്റ് മൈനസ് 12. ഇവിടെ എത്തുമ്പോൾ കാണുന്നത് അടുത്തടുത്ത പൊസിഷനിലല്ല 24 42 നോക്കണത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു കോമൺ ഡിഫറൻസ്, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു കോമൺ ഡിഫറൻസ്, ടോട്ടൽ 2 കോമൺ ഡിഫറൻസ്. അതായത് കോമൺ ഡിഫറൻസിൻ്റെ 2 ടൈംസ് ആണ്, ഡബിൾ ആണ് ഈ പറഞ്ഞ ഡിഫറൻസ്. ഈ പറഞ്ഞ ഡിഫറൻസ് 18 ഡിഫറൻസ് ഈസ് 80. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വാട്ട് 9. 24 പ്ലസ് 9 33, 33 പ്ലസ് 9 42, 42 പ്ലസ് 9 51. ഇവിടെയും 9 ആഡ് ചെയ്യണം. അപ്പോൾ 24 പ്ലസ് 9 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു 33, 33 പ്ലസ് 9 42, 42 പ്ലസ് 9 നെക്സ്റ്റ് നമ്പർ ഈസ് 51. ചോദിച്ചിട്ടില്ല, ഈ നമ്പറാണ്. 24 മൈനസ് 9, 24 മൈനസ് 9 ഈസ് വാട്ട് 15. ആൻഡ് അഗെയിൻ ഇവിടെ 1 കോമൺ ഡിഫറൻസ്, 2 കോമൺ ഡിഫറൻസ്, 3 കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസിൻ്റെ 3 ടൈംസ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 18 കിട്ടുന്നത്. ദർഫോർ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വാട്ട് 6 ആണ് വരിക. 24 പ്ലസ് 6 30, 30 പ്ലസ് 6 36, 30 പ്ലസ് 6 പ്ലസ് 6 42, 42 പ്ലസ് 6 48. ഇങ്ങനെയാണ് ഈ സീക്വൻസ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇവിടെ നോക്കാം നമുക്ക്. തേർഡ് ടേം ആൻഡ് സിക്സ്ത് ടേം ഈസ് ഗിവൺ. ഫസ്റ്റ് 5 ടേംസ് ആണ് ഉണ്ടാക്കാൻ പറയുന്നത്. തേർഡ് ടേമും സിക്സ്ത് ടേമും വന്നു. നമുക്കറിയാം തേർഡ് ടേമിന്ന് ഫോർത്ത് ടേമിക്ക് ഒരു കോമൺ ഡിഫറൻസ്, ഫിഫ്ത്ത് ടേമിക്ക് അടുത്ത കോമൺ ഡിഫറൻസ്, സിക്സ്ത് ടേമിക്ക് അടുത്തപ്പോൾ തേർഡിന്ന് ഫോർത്തിക്ക് ഒരു കോമൺ ഡിഫറൻസ്, ഫോർത്തിന്ന് ഫിഫ്ത്തിക്ക് അടുത്ത കോമൺ ഡിഫറൻസ് 2, ഇവിടെ നിന്നിട്ട് 3 കോമൺ ഡിഫറൻസ്. ഇതിൻ്റെ മൈനസ്, ഇതിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും 3 കോമൺ ഡിഫറൻസ് ആണ് ഈ പ്രോബ്ലത്തിൽ. 3 കോമൺ ഡിഫറൻസ് ആണ് ഈ ഡിഫറൻസ്. 34 67 എത്തുമ്പോൾ 3 കോമൺ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ 67 37 മൈനസ് ചെയ്യണം. 67 മൈനസ് 37 ഈസ് 30. 67 37 ആണ് മൈനസ് ചെയ്യണമെങ്കിൽ 30. 37 മൈനസ് ചെയ്യുന്നില്ല, 34 ആകുമ്പോൾ 3 ആഡ് ചെയ്യണം. അല്ലെങ്കിൽ 64 മൈനസ് 34 ഈസ് 30. 30 പ്ലസ് 3 ഈസ് 33. അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി 33. അപ്പോൾ കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 11 കിട്ടും. 3 ടൈംസ് 33 ആകുമ്പോൾ ഡി ഈസ് ഈക്വൽ 11 കിട്ടും. നമുക്ക് എത്ര ടേം, 1 2 3 4 5 ടേംസ് ആണ് ഇതൊക്കെ എഴുതേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ ടേം 34 ആണ്. കോമൺ ഡിഫറൻസ് 11 ആഡ് ചെയ്യുക. 11 ആഡ് ചെയ്യുമ്പോൾ 45 വരും. ഉണ്ട് 11 ആഡ് ചെയ്യുമ്പോൾ 56 വരും. 11 മൈനസ് ചെയ്യുക. 11 മൈനസ് ചെയ്യുമ്പോൾ 23 വരും. അതുകൊണ്ട് 11 മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 12 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സെയിം തേർഡ് ടേം സിക്സ് ടേമിക്ക് തന്നെയാണ്. അപ്പോൾ വീണ്ടും എന്താ വരിക, കോമൺ ഡിഫറൻസിൻ്റെ 3 ടൈംസ് തന്നെയാണ് വരിക. കോമൺ ഡിഫറൻസിൻ്റെ 3 ടൈംസ് ഈ ഡിഫറൻസാണ്. 43ക്ക് 76 എത്തി. തേർഡ് ടേമിൽ നിന്ന് 6ാം ടേമിലേക്ക് എത്തിയപ്പോൾ 43 76 എത്തി.
അപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോമൺ ഡിഫറൻസിൻ്റെ 3 ടൈംസ് ആയിരിക്കും. അപ്പോൾ 73 പോയാൽ 30 ആണ്, പക്ഷെ 3 അധികം ഉണ്ട് ഇവിടെ, അപ്പോൾ 33. ഡിഫറൻസ് ഈസ് 33. ഡി പറയേണ്ട ആവശ്യമില്ല, ഡി ഈസ് ഈക്വൽ ടു 11. തേർഡ് ടേം 43 ആണ്. തേർഡ് ടേം 43. 43 പ്ലസ് 11 54 വരും. 54 പ്ലസ് 11 65 വരും. 43 മൈനസ് 11 32 വരും. 32 മൈനസ് 11 21. പ്രോബ്ലത്തിൻ്റെ ഒരു എസ്തെറ്റിക് ബ്യൂട്ടി പറയുന്നത് കണ്ടില്ലേ? കൊടുത്തിരിക്കുന്ന പ്രോബ്ലം രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഫാൻസി നമ്പേഴ്സ് വരും. അടുത്ത് നോക്കൂ, തേർഡ് ടേം ടു ഫിഫ്ത്ത് ടേം. തേർഡ് ടേമിൽ നിന്ന് ഫോർത്ത് ടേമിലേക്ക് ഒരു കോമൺ ഡിഫറൻസ്, ഫിഫ്ത്ത് ടേമിലേക്ക് 2. അപ്പോൾ ഈ ഡിഫറൻസ് വരിക. ഇവിടെ നമുക്ക് 2 കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഈ ഡിഫറൻസ്. 2 നിന്ന് 3 അപ്പോൾ ആഡ് ചെയ്ത് 1 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഹാഫ് വരും. ഇവിടെ നോക്കൂ, തേർഡ് ടേം ഈസ് 2. തേർഡ് ടേം ഈസ് 2. കോമൺ ഡിഫറൻസ് ഈസ് ഹാഫ്. തേർഡ് ടേമിൽ 2 ആണ്, കോമൺ ഡിഫറൻസ് ഹാഫ് ആണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? 2 1/2. ഇവിടെ എന്താ വരിക? 3. ഇവിടെ എന്താ വരിക? 1 1/2. ഇവിടെ എന്താ വരിക? 1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് 9th ടേം കോമൺ ഡിഫറൻസ് ഈസ് വാട്ട്? 4 ടൈംസ് ഓഫ് കോമൺ ഡിഫറൻസ് ആണ്. 4 ടൈംസ് ഓഫ് കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വാട്ട്? കോമൺ ഡിഫറൻസിൻ്റെ 4 ടൈംസ് ഈ ഡിഫറൻസ് വരും. 8 നിന്ന് 10 ആയപ്പോൾ എത്രയായി? 2 ആയി. ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ 2/4. 2/4 ഈസ് അഗെയിൻ 1/2. ഇവിടെ ഫിഫ്ത്ത് ടേം പറയുന്നത് എത്രയാണ്? 8. ഫിഫ്ത്ത് ടേം 8 ആണ്. അപ്പം നമുക്ക് ഫോർത്ത് ടേം എത്ര വരുന്നുണ്ട്? 7.5. ഇവിടെ എത്ര വരിക? 7. ഇവിടെ എത്ര വരിക? 6.5. ഇവിടെ എത്ര വരിക? 6. നോക്കൂ, ഈ പ്രോബ്ലത്തിൽ നിന്നൊരു ഈ പ്രോബ്ലത്തിലേക്ക് ഒരു മാറ്റം ഉണ്ട്. ഈ പ്രോബ്ലത്തിൽ നിന്നൊക്കെ ഈ പ്രോബ്ലത്തിലേക്ക് ഒരു മാറ്റമുണ്ട്. എന്താണ് മാറ്റം? ഫിഫ്ത്ത് ടേം 7 ആണ്, സെവൻത്ത് ടേം 5 ആണ്. കോമൺ ഇത് സബ്ട്രാക്ട് ചെയ്യാണ്. സബ്ട്രാക്ട് ചെയ്യാൻ മൈനസ് ആയി. അപ്പോഴും 2 കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 7 നിന്ന് 5ലേക്ക് വരിക. 2 കുറയാണ്, സബ്ട്രാക്ട് ചെയ്യാണ്. അപ്പോൾ 2 കോമൺ ഡിഫറൻസ് ഈസ് -2. -2 കുറയുമ്പോൾ കോമൺ ഡിഫറൻസ് മൈനസ് ആവും. ഡി ഈസ് ഈക്വൽ ടു -2/2. ദറ്റ് ഈസ് ഈക്വൽ ടു -1. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. 2 കോമൺ ഡിഫറൻസ് ഈസ് -2 ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് -1. അപ്പോൾ നമുക്കിവിടെ ഫിഫ്ത്ത് ടേം ഈസ് 7. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറയാണ്. അടുത്ത ടേം 6 ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ കൂടണപ്പോൾ ഇത് 8 ആവും, ഇത് 9 ആവും, ഇത് 10 ആവും, ഇത് 11 ആവും. നമുക്ക് ഓരോ